നന്ദിനിയെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ ശാന്തമ്മ എന്തുകൊണ്ടാണ് ഇത്രയും തിടുക്കം കാണിക്കുന്നത്? ആ രഹസ്യം അറിഞ്ഞ രാധിക പോലും അമ്പരന്നു. അവരുടെ തീരുമാനം നടപ്പിലാകും മുൻപ് തന്നെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അപകടം നടന്നു. സസ്പെൻസ് നിറഞ്ഞ 18-ാം ഭാഗത്തിലേക്ക് നമുക്ക് പോയാലോ? നന്ദിനിയുടെ അമ്മാവൻ്റെ വീട്ടിൽ നിന്നാണല്ലോ അവളെ ശാന്തമ്മയുടെ വീട്ടിലേക്ക് അമ്മയെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അങ്ങോട്ട് തന്നെ തിരിച്ചു പറഞ്ഞു വിടാനായിരുന്നു ശാന്തമ്മയുടെ പദ്ധതി. ശാന്തമ്മയുടെ ഭർത്താവിന് അവളെ പറഞ്ഞു വിടുന്നതിനോട് യോജിപ്പില്ലായിരുന്നു. അയാൾ അക്കാര്യം പറഞ്ഞതേയുള്ളൂ. അപ്പോഴേക്കും ശാന്തമ്മയുടെ മട്ടും ഭാവവും ആകപ്പാടെ അങ്ങ് മാറി. ഒരുമാതിരി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് ആലോചിക്കാതെ ഒരു തീരുമാനമെടുക്കുമായിരുന്നോ? ഇല്ലല്ലോ. അത്യാവശ്യമായതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനിച്ചത്. ഏട്ടൻ അത് സമ്മതിച്ചേ പറ്റൂ. അത്യാവശ്യം എന്താണെന്നോ എന്തുകൊണ്ടാണ് അവളെ പറഞ്ഞയക്കുന്നതെന്നോ ഇതുവരെയും ശാന്തമ്മ പറഞ്ഞിട്ടില്ല. എന്തോ അത്യാവശ്യമാണെന്ന് മാത്രം പറയുന്നു. എന്നാൽ വാ തുറന്ന് കൃത്യമായ കാര്യങ്ങൾ പറയുമോ? അതില്ല താനും. എനിക്ക് മനസ്സിലാകാവുന്നതുപോലെ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ മിക്കവാറും സമ്മതിക്കും. ഇതിപ്പോൾ കാര്യം നിൻ്റെ മനസ്സിലിരുന്നാൽ അത് പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഈ കാര്യം നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കിയ അത്രയും മതി. കൂടുതൽ മനസ്സിലാക്കലൊക്കെ അവൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് മതി. അതെനിക്ക് നന്നായി അറിയാവുന്നതാണ്. അതിനെപ്പറ്റി വെറുതെ പറഞ്ഞ് മുഷിയാൻ നിൽക്കണ്ട. ഞാനിപ്പോൾ അത് പറയില്ല. അമ്മയെ നോക്കാൻ മടിച്ചിട്ടാണ് ഒരു വീട്ടിൽ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കൊച്ചിനെ വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ഇത്ര ദിവസവും കഷ്ടപ്പെടുത്തിയത്. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവിടും എന്ന് പറയുന്നു. ഇനി അമ്മയെ ആര് നോക്കുമാവോ? ഇവള് തന്നെ നോക്കുമോ? എന്തോ തനിക്ക് തോന്നുന്നില്ല. അമ്മയെ നോക്കാൻ നീ വേറെ ആളെ ആക്കുമായിരിക്കും. അതും ഞാൻ അറിയേണ്ട കാര്യമില്ലായിരിക്കും. എല്ലാം ചെയ്യാൻ കഴിവുള്ള ഭാര്യയുണ്ടെങ്കിൽ പിന്നെ ഭർത്താവിന് എന്താണ് പണി? ഭർത്താവ് ഇപ്പോഴുള്ള പണിയൊക്കെ എടുത്താൽ മതി. കൂടുതൽ പണി എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. എന്നെക്കൊണ്ട് ഒന്നും പറയിക്കാതിരിക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. പറഞ്ഞ് ഒരു കലഹത്തിലേക്ക് പോകും എന്ന് തോന്നിയതുകൊണ്ട് സമാധാനപ്രിയനായ അയാൾ സംസാരം നിർത്താനാണ് താൽപ്പര്യപ്പെട്ടത്. അത് അയാൾ മിക്കപ്പോഴും ചെയ്യാറുള്ളതുമാണ്. എന്നാലും ഇവൾ പറയുന്നത് അതുപടി തന്നെ അനുസരിച്ചു കൊടുക്കാൻ മാത്രമുള്ള ഒരാളായി നിൽക്കേണ്ടി വരുന്നതിനോടും അയാൾക്ക് യോജിപ്പ് കുറവുണ്ടായിരുന്നു. എന്നാലും പറഞ്ഞു തുടങ്ങിയതാണെങ്കിൽ പിന്നെ ആരെങ്കിലും ഒരാൾ പിൻവലിഞ്ഞല്ലേ പറ്റൂ. അല്ലെങ്കിൽ എന്താ കുഴപ്പം? വീട്ടിലെ സമാധാനം നഷ്ടപ്പെടും. അത് സാരമില്ല എന്ന് തോന്നുന്നവർക്ക് കുഴപ്പമില്ല. ഒരു തവണ നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ്. പിന്നെ അത് സാധാരണ പോലെ ആയിക്കോളും. വീട്ടിൽ സമാധാനമില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ഉണ്ടായിട്ട് എന്നാ കാര്യം? വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോഴും ഇത് തന്നെ അങ്ങ് ചെയ്തേച്ചാൽ മതി. എന്നോട് ചോദിക്കാനോ പറയാനോ വന്നത് പരമാർത്ഥമെങ്കിൽ ചാത്തുവിൻ്റെ ഇതുവരെയും നീ അറിയാത്ത സ്വഭാവം ചിലപ്പോൾ അന്നേരം അറിയേണ്ടി വന്നേക്കും. അത്രയും പറഞ്ഞ് മറുപടി കേൾക്കാൻ നിൽക്കാതെ അയാൾ എഴുന്നേറ്റ് പറമ്പിലേക്ക് പോയി. അവിടെയുള്ളവരാകുമ്പോൾ പിന്നെ ഇങ്ങോട്ട് ചാടിക്കടിക്കാൻ വരില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിൻ്റെ ഗുണം അവരുടെ ഭാവങ്ങളിലെങ്കിലും കാണും. ചാത്തു
തീരെ ഇഷ്ടപ്പെട്ടല്ല പുറത്തേക്ക് പോയതെന്ന് മനസ്സിലാകാഞ്ഞിട്ടല്ല ശാന്തമ്മയ്ക്ക്. പക്ഷേ ഇത് അങ്ങനെയൊരു പ്രശ്നമായതുകൊണ്ട് അയാളുടെ അടുത്ത് അവതരിപ്പിക്കാൻ മടിച്ചിട്ടാണ്. അറിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും. അങ്ങനെ വന്നാലും നഷ്ടം തനിക്ക് തന്നെ. ശാന്തമ്മ അന്ന് തന്നെ സുധാകരൻ്റെ വീട്ടിൽ പോയി രാധികയെ കണ്ടു. ശാന്തമ്മ അങ്ങോട്ട് ചെല്ലുന്നത് തന്നെ സുധാകരൻ്റെ ഭാര്യ രാധികയ്ക്ക് തീരെ ഇഷ്ടമല്ല. നാത്തൂന്മാർക്ക് തമ്മിൽ കണ്ടുകൂടാത്തത് പലയിടത്തും സർവ്വസാധാരണമാണല്ലോ. അതൊരു സാർവലൗകിക പ്രതിഭാസമാണോ ആവോ? എന്തെങ്കിലും പ്രശ്നവും കൊണ്ടായിരിക്കും നാത്തൂൻ വരുന്നത്. അല്ലെങ്കിൽ ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ഈ വഴിക്ക് തിരിഞ്ഞു കയറുന്നവളല്ല. എന്തെങ്കിലും അപകടത്തിൽ ചെന്നുപെട്ടാൽ അതിൻ്റെ പരിഹാരം തേടി തൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. ഇന്നത്തെ വരവിൻ്റെയും ലക്ഷ്യം അങ്ങനെയെന്തോ ആണ്. ആരിത്? നാത്തൂനോ? എൻ്റെ ശാന്തമ്മ നാത്തൂനെ ഈ വഴിക്ക് കണ്ടിട്ട് കുറേ നാളായല്ലോ. അന്ന് നന്ദിനിയെയും കൊണ്ട് ഇവിടുന്ന് പോയപ്പോൾ കണ്ടതാണ്. അതിനുശേഷം ഈ വഴിക്കൊന്നും വരാൻ തോന്നിയിട്ടേയില്ലല്ലോ. ശാന്തമ്മയ്ക്കത് കേട്ടപ്പോഴേ മനസ്സിലായി തന്നെ ആക്കി പറയുന്നതാണെന്ന്. അവൾ വിചാരിക്കുകയും ചെയ്തു. കെട്ടിയോൻ്റെ പെങ്ങളാണെന്ന് സമ്മതിച്ചു എന്നു വിചാരിച്ച് എല്ലാ ദിവസവും തനിക്ക് അവളെ കാണാൻ പോകാൻ സമയമിരിക്കുകയല്ലേ. കണ്ടപ്പോൾ അവളുടെ ഒരു ഒലിപ്പീര് എന്തുമാത്രം ആത്മാർത്ഥമാണെന്ന് തനിക്കുണ്ടോ മനസ്സിലാകാതിരിക്കുന്നു. നാത്തൂൻ അറിയത്തില്ലേ ഒരു വീട്ടിലെ ഉത്തരവാദിത്വങ്ങൾക്കിടയിൽ എത്രമാത്രം സമയം നമുക്ക് ബാക്കി കിട്ടുമെന്ന്? അതോ അത് ഞാൻ പറഞ്ഞു തരണോ? വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് പോകാനല്ലാതെ എനിക്ക് മരുങ്ങ് തിരിയാൻ നേരമില്ല. അമ്മയുടെ കാര്യം കൂടി കുറച്ചെങ്കിലും ഞാനും നോക്കണമല്ലോ. അമ്മയുടെ കാര്യം നോക്കുന്നതുകൊണ്ടാണല്ലോ അതിനു വേണ്ടി ഇവിടെ നിന്നിരുന്ന പെൺകുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വന്നത്. കാര്യം പറഞ്ഞാൽ ഞാൻ അവളെ ഒഴിവാക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. എന്നാലും അതേ സമയം തന്നെ ശാന്തമ്മ നാത്തൂനും അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്വം മറ്റൊരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ടിപ്പോൾ പറയുമ്പോൾ പറയും അമ്മയെ നോക്കുന്നതുകൊണ്ടുകൂടിയാണ് സമയം കിട്ടാത്തത് എന്ന്. ഞാൻ വേണമെങ്കിൽ അതും സമ്മതിച്ചു കൊടുക്കണം. അമ്മയുടെ കാര്യം മുഴുവൻ നന്ദിനിയല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്നാലും പണികളുണ്ട് കേട്ടോ. നമുക്ക് 24 മണിക്കൂർ എടുത്താൽ തീരാത്ത അത്രയും പണിയുണ്ട്. പിന്നെ നമ്മൾ ഓടിപ്പാഞ്ഞ് നടന്ന് എല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കുറങ്ങാനെങ്കിലും സമയം ബാക്കി കിട്ടുന്നത്. ഇല്ലെങ്കിൽ പിന്നത്തെ കാര്യം പറയണം. കണ്ടോ, ഇപ്പോൾ നാത്തൂനും കാര്യം മനസ്സിലായില്ലേ? അത്രയും മാത്രമേ ഞാനും പറഞ്ഞുള്ളൂ. നമ്മുടെ പൊതുവായ പ്രശ്നങ്ങൾ. ഈ സമയമില്ലാത്തതിൻ്റെ കാര്യം പറയുന്നതിനിടയ്ക്ക് ഇന്ന് പിന്നെ ഇവിടേക്ക് വന്നേക്കാം എന്ന് തോന്നിയത് എന്തിനാണാവോ? പണത്തിൻ്റെ ആവശ്യമൊന്നും കാണില്ല. നാത്തൂനെയോ ഭർത്താവിനെയോ കാണാൻ വേണ്ടി അല്ല എന്ന കാര്യവും തീർച്ച. എന്തോ കള്ളപ്ലാൻ മനസ്സിലുണ്ട്. അതിവിടെ വന്ന് സാധിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ വരവ്. വന്നിട്ട് ഇത്ര നേരമായിട്ടും എൻ്റെ കെട്ടിയോൻ്റെ കാര്യം അന്വേഷിച്ചു പോലുമില്ലല്ലോ. അപ്പോൾ പൊതുവായ കാര്യമല്ല എന്ന് മനസ്സിലാക്കാം. താൻ മനസ്സിൽ വിചാരിച്ചത് മനസ്സിലായതുപോലെ നാത്തൂൻ്റെ വക ചോദ്യമുണ്ടായി. അല്ല, ഇവിടെ ഒരു കുടുംബക്കാരനുണ്ടായിരുന്നില്ലേ? ഞാൻ ഇതുവരെയും കണ്ടില്ലല്ലോ. പുറത്തേക്കെങ്ങാനും പോയിട്ടുണ്ടാവും അല്ലേ? വീട്ടിൽ തന്നെ ഇരുന്നാൽ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? രാവിലെ പുറത്തിറങ്ങിയാൽ മിക്കവാറും വൈകുന്നേരമായിരിക്കും തിരിച്ചുവരവ്. രാധികയുടെ പറച്ചിൽ കേട്ടാൽ
അവരുടെ കാര്യം വളരെ കഷ്ടത്തിലാണെന്ന് തോന്നും. വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് പോകാൻ തോന്നിയാൽ അതിശയിക്കാനില്ല. പക്ഷേ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നതാണ് സത്യം. ഒരു കാര്യങ്ങൾക്കും ഒരു കുറവും വരുത്താതെ എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ. അത് പിന്നെ കഷ്ടപ്പെടാതെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നടക്കുമോ? വീടിന് പുറത്തുള്ള കഷ്ടപ്പാടുകളെല്ലാം ആണുങ്ങൾ ചെയ്യും, വീടിനകത്തുള്ള കഷ്ടപ്പാടുകളെല്ലാം പെണ്ണുങ്ങളും ചെയ്യും. അങ്ങനെയല്ലേ ഇതുവരെ? ഇപ്പോഴും അങ്ങനെ തന്നെ. അക്കാര്യത്തിൽ ഒന്നും ഒരു മാറ്റവുമില്ല. ഗവൺമെൻറ് ജോലിയൊന്നുമില്ലാത്ത പെണ്ണുങ്ങളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതിൻ്റെ കുറവും കൂടിയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ പിന്നെ ചില കാര്യങ്ങളിൽ കെട്ടിയോൻ്റെ അടുത്ത് കൈ നീട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അത് അല്പം സ്നേഹത്തിലാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. ചോദിക്കുന്നതിന് മുൻപേ എടുത്തു തരും. അങ്ങനെ തരുവിക്കാൻ തനിക്കറിയുകയും ചെയ്യാം. അതൊക്കെയാണ് മിടുക്ക്. അല്ലാതെ അവരുടെ അടുത്ത് നിൽക്കേണ്ട പോലെ നിൽക്കാതെ കാര്യം നടക്കില്ല. എന്നാലും ഈ സമയമില്ലാത്ത സമയത്ത് നാത്തൂൻ ഇവിടെ വരെ വരണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമെന്ന കാര്യം തീർച്ചയാണ്. എന്നോട് പറയാവുന്നതാണെങ്കിൽ പറഞ്ഞാൽ വിവരമറിയാനും തീരുമാനമുണ്ടാക്കാനും പറ്റും. അല്ലാതെ ഒന്നും എന്നെക്കൊണ്ട് കഴിഞ്ഞു എന്ന് വരില്ല. എന്താണ് കാര്യം എന്ന് ചോദിക്കാതെ പറയില്ല എന്ന് വിചാരിച്ച് തന്നെയാണ് ശാന്തമ്മ നാത്തൂൻ ഇത്രയും നേരം നാട്ടുകാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാതെ പൊതുകാര്യം പറയാനുള്ള മൂടൊന്നും ഉണ്ടായിട്ടല്ല. അവൾ വിചാരിച്ചത് വീട്ടിലാകുമ്പോൾ സംസാരിക്കാൻ ആരെയും കിട്ടില്ലല്ലോ, എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ മിണ്ടിപ്പറഞ്ഞിരിക്കാൻ വന്നതാണ് എന്നാണ്. എന്നാലും കാര്യം അവൾക്ക് കത്തി എന്നത് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇനി പറഞ്ഞേക്കാം, അല്ലെങ്കിലും അവളുടെ ഗുണവധിയാരം കേട്ട് മതിയായി. എനിക്ക് പറയാനുള്ള കാര്യം വളരെ അത്യാവശ്യമുള്ളതാണ്, വളരെ പ്രാധാന്യമുള്ളതുമാണ്. അതുകൊണ്ട് നാത്തൂൻ അത് വ്യക്തമായി കേട്ട് പരിഹാരമായി എന്തെങ്കിലും നിർദ്ദേശിച്ചു തരണം. അത്രയും ആമുഖമായി പറഞ്ഞതിന് ശേഷം ശാന്തമ്മ രാധികയോട് യഥാർത്ഥത്തിലുള്ള കാര്യം പറഞ്ഞു. വിവരമറിഞ്ഞപ്പോൾ രാധികയുടെ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എന്തെല്ലാമെന്നൊന്നും വിവരിച്ചു പറയാൻ കഴിയില്ല. അത്രമാത്രം ബുദ്ധിമുട്ട് രാധികയ്ക്കുണ്ടായി. എളുപ്പത്തിലൊന്നും പരിഹരിക്കാവുന്ന പ്രശ്നമല്ലല്ലോ ഇത്. തന്നെയുമല്ല, തൻ്റെ സഹോദരൻ്റെ നേരെ പോലും വിരൽ ചൂണ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യമാണ്. ശാന്തമ്മയ്ക്ക് എന്തായാലും അങ്ങനെയൊരു സംശയമില്ലല്ലോ. അതെങ്കിലും സമാധാനം. ഇനി മനസ്സിലെങ്ങാനും സംശയം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ആവോ? നാത്തൂൻ ആള് മഹാകേമിയാണ്. ആരാണ് ഉത്തരവാദി എന്തെങ്കിലും ഇതുവരെയും പറഞ്ഞോ? അത് പറയാതെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇനി ഒരു കാരണവശാലും പറയില്ല എന്നാണെങ്കിൽ നമുക്ക് രണ്ടും കൽപ്പിച്ച് കഠിനമായ ഒരു തീരുമാനമെടുക്കേണ്ടി വരും. വരച്ച വരയിൽ നിർത്തി ഉത്തരവാദിയുടെ പേര് പറയിക്കാൻ 2-3 വട്ടം ആലോചിച്ചതാണ്. അത് കഴിയുകയും ചെയ്യും. എന്നിട്ടും അത് വേണ്ടെന്ന് വെച്ചത് അവൾ ഇപ്പോൾ പറയുന്നയാളുടെ പേര് തന്നെ സമൂഹ മധ്യത്തിൽ വലിച്ചിഴയ്ക്കപ്പെടും എന്നതുകൊണ്ടാണ്. അവൾ തൻ്റെ ഭർത്താവിൻ്റെ പേരെങ്ങാനുമാണ് പറയുന്നതെങ്കിലോ? ആലോചിക്കാതെ എടുത്തിയാടി ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ കഴിയാത്തതാണ് കാര്യം. ഞാൻ അത്ര കർശനമായി ചോദിച്ചില്ല എന്നുള്ളതാണ് നാത്തൂനെ കാര്യം. കേട്ടപ്പോൾ ഒരു എത്തും പിടിയും കിട്ടിയില്ല. അപ്പോൾ കാര്യമായി അത് ചോദിക്കാനും കഴിഞ്ഞില്ല. അത് പറ്റില്ല.
കൃത്യമായി ചോദിച്ച് ഉത്തരവാദിയെ മനസ്സിലാക്കണം. അത് കഴിഞ്ഞാൽ ഇറക്കി അങ്ങ് വിട്ടേക്കണം. എതിലെയെങ്കിലും പോകട്ടെ എന്ന് വച്ചേക്കണം. അതാണ് ഞാൻ പറഞ്ഞ കഠിനമായ തീരുമാനം. അല്ലെങ്കിലും രാധികയ്ക്ക് നന്ദിനിയെ തീരെ കണ്ടുകൂടാ. അവൾ ആളൊരു പാവമായിരുന്നു. പിന്നെ എങ്ങനെ പോയി ഇത്തരം ഒരാപത്തിൽ ചാടിയെന്ന് അറിയത്തില്ല. തുറന്നു പറഞ്ഞാലല്ലേ എന്താ സംഭവിച്ചത് എന്നറിയാനൊക്കുകയുള്ളൂ. എന്നാൽ അത് പറയാവുന്ന രീതിയിൽ താൻ ചോദിച്ചില്ല എന്നതും ശരി തന്നെ. ഇങ്ങോട്ട് തന്നെ തിരികെ കൊണ്ടുവന്ന് വിടുന്നതിനെക്കുറിച്ചാണ് വീട്ടിൽ നിന്നും പോരുമ്പോൾ ആലോചന മുഴുവൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നാത്തൂനോട് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ കൊണ്ടുപോയി വിടുന്ന കാര്യം പറഞ്ഞാലും അവൾ അമ്പിനും വില്ലിനും അടുക്കില്ല. നാത്തൂൻ പറഞ്ഞ മാർഗം തന്നെ സ്വീകരിക്കാം. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് പോവുകയാണ്. അളിയൻ വരുമ്പോൾ ഞാൻ വന്ന വിവരം പറഞ്ഞാൽ മതി. എൻ്റെ നാത്തൂനെ ഏട്ടനിതറിഞ്ഞാലുണ്ടല്ലോ ഒരു കാരണവശാലും സമ്മതിക്കില്ല. മരിച്ചുപോയ പെങ്ങളുടെ മകളല്ലേ. അവളെ അങ്ങനെ പെരുവഴിയിൽ ഇറക്കി വിടാൻ ഏട്ടൻ സമ്മതിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നാൽ പിന്നെ ഞാൻ വന്ന വിവരം പോലും സുധാകരൻ അറിയണമെന്നില്ല. നാത്തൂൻ പറഞ്ഞത് പ്രകാരം തന്നെ മിക്കവാറും എനിക്ക് ചെയ്യേണ്ടി വരും. അത് സുധാകരൻ അറിയാതിരിക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ നാത്തൂൻ തന്നെ കണ്ടെത്തണം കേട്ടോ. എന്തായാലും കാര്യങ്ങൾക്ക് തീരുമാനമായ സ്ഥിതിക്ക് ശാന്തമ്മ അപ്പോൾ തന്നെ മടങ്ങിപ്പോയി. ശാന്തമ്മ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുൻപ് തന്നെയാണ് സുധാകരന് ഒരു അപകടം പറ്റി ആശുപത്രിയിലായത്. അവിവാഹിതയുടെ 18-ാം ഭാഗം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ശാന്തമ്മയുടെ പദ്ധതി എന്താകും? സുധാകരൻ്റെ അപകടം കഥയുടെ ഗതിയെ എങ്ങനെ മാറ്റും? നന്ദിനിയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? അറിയാൻ അടുത്ത ഭാഗം കാണാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തേക്കണേ. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണം കേട്ടല്ലോ.